അടുത്തിരുത്തി മോൻസിനൊപ്പമാണ് UDF ജയിക്കും. മൊത്തത്തിൽ UDF വരണം എന്ന് ആഗ്രഹം. മോൻസ് ജയിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. വേറെ ആരും വന്നാലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഒരു മാറ്റം വേണം. മാറ്റം വരണം. ജില്ലാ പഞ്ചായത്തൊക്കെ ഭരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതല്ലല്ലോ ഒരു MLA യുടെ കപ്പാസിറ്റി. കേരള രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലവും UDFിനൊപ്പം നിൽക്കുന്ന PJ ജോസഫ് വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ് കടുത്തുരുത്തി മണ്ഡലം. നിലവിലെ MLA ആയ മോൻസ് ജോസഫ് തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായത്. LDF സ്ഥാനാർത്ഥിയായ നിർമ്മല ജിമ്മിയും NDA സ്ഥാനാർത്ഥിയായി സുരേഷും ജനവിധി തേടുകയാണ്. ഇത്തവണ കടുത്തുരുത്തിയിൽ മാറ്റമുണ്ടാകുമോ? ജനമനസ് ആർക്കൊപ്പമെന്ന് അറിയണ്ടേ? നമുക്ക് കടുത്തുരുത്തി മണ്ഡലത്തിലെ വോട്ടർമാരോട് നേരിൽ ചോദിക്കാം. കടുത്തുരുത്തി മണ്ഡലം ഇത്തവണ ആർക്കൊപ്പമാണ്? അടുത്തിരുത്തി മോൻസിനൊപ്പമാണ്. UDF ജയിക്കും. ഒരു മാറ്റം ഇല്ല. മാറ്റം വരികയില്ല. ഈ ഭരണം മാറണം. ഭരണം മാറണമെന്ന് ആഗ്രഹമുണ്ട്. മൊത്തത്തിൽ ഭരണം മാറും. ഭരണം മാറും. എങ്ങനെയാണ് കടുത്തുരുത്തി മണ്ഡലം ആർക്കൊപ്പമാണ്? ഇത്തവണ മോൻസ് ജോസഫിന് മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇത്തവണ ഞങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും മോൻസ് ജോസഫ് തന്നെ മുൻപന്തിയിൽ വന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം നിഗമനങ്ങളും ഞങ്ങളുടെ എല്ലാ ആശങ്കകളും. ഓക്കെ, കടുത്തുരുത്തി മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ലേ? മോൻസ് ജോസഫ് ജയിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. വേറെ ആരും വന്നാലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾ മോൻസ് ജോസഫിനെ ആരാധിക്കുന്ന ഒരു വ്യക്തികളാണ്. അത് കാരണം പുള്ളി ജയിക്കും എന്നുള്ള ഒരു നിർമ്മല ജിമ്മി ശക്തമായ പ്രകടനമല്ലേ? എന്നാലും മോൻസ് ജോസഫിൻ്റെ അടുത്ത് വരുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ഇനി ജനങ്ങളുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റുമല്ലോ ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ നിലപാടനുസരിച്ച് മോൻസ് ജോസഫിനെ ഞങ്ങൾക്ക് വലിയ ഒരു പ്രതീക്ഷയാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, മണ്ഡലത്തിലെ വികസനമൊക്കെ നടക്കുന്നുണ്ട്. മോൻസ് ജോസഫ് മണ്ഡലത്തോളം വികസനവും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ഒരു അതായത് സന്തോഷമായിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. എങ്ങനെയുണ്ട് കടുത്തുരുത്തി ഇപ്പോൾ ആർക്കൊപ്പമാണോ? അടുത്തിരുത്തി മോൻസിനൊപ്പം. മാറ്റമില്ല. ഒരു മാറ്റമില്ല. അത് വേറെ ഒരു അപ്പുറം ചിന്തിക്കണ്ട. ഒന്നും ചിന്തിക്കാൻ. LDFിന്റെ ഒക്കെ പ്രകടനം എങ്ങനെയാണ്? പ്രകടനമൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആളറിയാൻ മേലാത്ത സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടുമോ? ഇവിടെ ആര് ജയിക്കും? വരട്ടെ, നമുക്കറിയാമല്ലോ. ഈ അടുത്ത് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ മുൻ പ്രവചിക്കാനില്ല. ഒന്നും പ്രവചിക്കണ്ട. ഒരു മാറ്റം വേണം. മാറ്റം വരട്ടെ. ഇത്തവണ ആർക്കാർക്കും സാധ്യത കടുത്തുരുത്തിയിൽ? മോൻസ് ജോസഫിനാണെന്നാണ് കേൾക്കുന്നത്. മോൻസ് ജോസഫിനാണെന്നാണ് സാധ്യത. ഇവിടെയോ? ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര പിടുത്തല്ലേ മോനെ? പഴയ പോലെ അല്ല. പഴയ പോലെ അല്ല, ഭയങ്കര പിടുത്താ. ഇവിടെ മാറ്റം വരുമോ? മോൻസ് ജോസഫ് തന്നെ ആവുമോ അതോ വേറെ ആൾ വരുമോ? പറയാൻ പറ്റിയല്ല. UDFിനാണ് സാധ്യത കൂടുതൽ കിടക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് UDFിൻ്റെ മോൻസ് ജോസഫാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പ് അല്ലേ? ജോസഫ് ഗ്രൂപ്പ്. ഈ വർഷവും മിക്കവാറും അതിനുള്ള സാധ്യതയാണ്. കാരണം പുള്ളി എല്ലാ പൊതുവായ പ്രവർത്തനങ്ങളെല്ലാം ഇടപെടുത്തി നടക്കുന്ന ഒരാളാണ് ഈ മോൻസ് ജോസഫ്. അതുകൊണ്ട് മോൻസിനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. മോൻസല്ലേ ഇവിടുത്തെ നിലവിലുള്ള MLA. പുള്ളിക്കാണ് ചാൻസ് കൂടുതൽ എന്നാ തോന്നുന്നത്. മണ്ടേ കവർ ചെയ്ത് ഇക്കാലം അത്രയും ആരും വന്നിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ തോക്കണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തോക്കണ്ടായിരുന്നു. LDFിന്റെ തരംഗത്തിൽ അത് തോറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി തോക്കാൻ ചാൻസ് കുറവാണ്. ശരി, ഈ LDF സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മിയാണല്ലോ. അവർ MLA ആയിട്ട് ഫസ്റ്റ് ടൈമല്ലേ. അപ്പോൾ അവരുടെ ആ എഫിഷ്യൻസി ഒക്കെ എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. കാര്യം ജില്ലാ പഞ്ചായത്തൊക്കെ ഭരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതല്ലല്ലോ ഒരു MLA യുടെ കപ്പാസിറ്റി. മോൻസ് ജയിക്കണമെന്നാണ് ആഗ്രഹം. മൊത്തത്തിൽ ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? മൊത്തത്തിൽ UDF വരണം എന്ന് ആഗ്രഹം. LDFിന്റെ ഭരണം മടുത്തോ? മടുത്തു. എന്ത് പറ്റി അങ്ങനെ പറയാൻ? ഒരു വികസനം ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ അഴിമതികളും ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതുകൊണ്ട് UDF വരണം തന്നെയാ താല്പര്യം. UDFിനൊപ്പം നിൽക്കുവോ ജനം? നിൽക്കും. അതുപോലുള്ള പ്രകടനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഉണ്ട്.